ഇന്നത്തെ ദേശീയ പണിമുടക്ക് ഏതെല്ലാം മേഖലയെ ബാധിക്കുമെന്ന സംശയമുണ്ടോ? എങ്കിൽ അറിഞ്ഞോളൂ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ആരംഭിച്ചു. 24 മണിക്കൂറാണ് പണിമുടക്ക്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ 17 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകളിലെ ജീവനക്കാരും പണിമുടക്കിൽ പങ്കുചേർന്നേക്കാം. മോട്ടോർ വാഹന തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ബസ്, ടാക്സി അടക്കമുള്ള പൊതുഗതാഗതം തടസ്സപ്പെട്ടേക്കാം. ഇനി പ്രധാന സംശയം: സ്കൂളുകൾക്ക് ഇന്ന് അവധിയുണ്ടാകുമോ? പണിമുടക്കിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം സർക്കാർ ജീവനക്കാർക്ക് ബുധനാഴ്ച ഡൈസ് നോൺ പ്രഖ്യാപിക്കുകയും ചെയ്തു. ജീവനക്കാരുടെ മിക്ക സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. എന്നാൽ ദേശീയ പണിമുടക്ക് കണക്കിലെടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അവശ്യ സർവീസുകളായ പാൽ, പത്രം, ശുദ്ധജല വിതരണം, ആശുപത്രി തുടങ്ങിയവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.